അപ്പം എൻ്റെ ലിപ്പ് വീഡിയോ വൈറലാക്കി തന്ന സഹോദരന് എൻ്റെ എല്ലാവിധ താങ്ക്സും. നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്, ഇത് ഭയങ്കര ബാഡായിപ്പോയി. ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേഷ്മ പി തങ്കച്ചൻ പപ്പയുടെ മറ്റൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതിനു മുമ്പ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതായത് രേഷ്മ ചേച്ചി ഇഷ്ടമല്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. കാരണം അറിയാൻ വേണ്ടി രേഷ്മ ചേച്ചി എന്തോരം പേര് ഇഷ്ടപ്പെടുന്നുണ്ട്, എന്തോരം പേര് വെറുക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി മാത്രം. പ്ലീസ് നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വന്നേക്കുന്ന കുറച്ച് വിഷയങ്ങളാണ്. അതായത് രേഷ്മ ചേച്ചി സപ്പോർട്ട് ചെയ്യേണ്ട കുറച്ച് വിഷയങ്ങളും ഉണ്ട്, രേഷ്മ ചേച്ചിയെ കുറ്റം പറയേണ്ട കുറേ വിഷയങ്ങളും ഉണ്ട്. രണ്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നമുക്ക് പരിചയപ്പെടാം. തുടക്കത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാൻ ഇന്ന് ചേച്ചിയുടെ അക്കൗണ്ട് സംഭവങ്ങൾ എടുത്ത് നോക്കിയപ്പോൾ കൂടുതലായിട്ടും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുമ്പോൾ, ചേച്ചി ഇപ്പോൾ ഇടുന്ന റീൽസിൻ്റെ ഒന്നും സൈഡിൽ കമൻറ്റ് ബോക്സ് ഇല്ല. അതായത് ചേച്ചി കമൻറ്റ് ബോക്സ് ഫുള്ള് ഓഫ് ചെയ്ത് വെച്ചാണ് ഇപ്പോൾ റീൽസ് സംഭവങ്ങളൊക്കെ ഇടുന്നത്. എന്തുവാണ് നിങ്ങൾ നോക്കിക്കോണേ. ഞാൻ നെഗറ്റീവ് കമൻറ്റ്സ് ഒന്നും നോക്കാനേ പോകാറില്ല. നെഗറ്റീവ് കമൻറ്റ്സ് എനിക്ക് പൂമാലയാണ്. അതായത് എനിക്ക് വരുന്ന നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ എൻ്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ കാണുന്നതെന്ന് നാഴികയ്ക്ക് 40 വട്ടം റിപ്പീറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയ വന്ന് പറയുന്ന രേഷ്മ ചേച്ചി എന്തിന് ഇൻസ്റ്റാഗ്രാമിലെ കമന്റ് ബോക്സ് ഓഫ് ചെയ്ത് ഇടുന്നു? പ്ലീസ് ഇതിനൊരു ക്ലാരിറ്റി കിട്ടിയാൽ എന്തായാലും കൊള്ളായിരിക്കും കേട്ടോ. അതായത് എപ്പോഴും ചേച്ചി എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇതിപ്പോൾ ചേച്ചി ഒന്നും ഇതേപോലുള്ള സംഭവങ്ങളൊന്നും വന്ന് പറയാതിരുന്നിട്ട് ഇങ്ങനെ കമന്റ് ബോക്സ് ഓഫ് ചെയ്താൽ നമുക്ക് പറയാം നല്ല പച്ചത്തറി സംഭവങ്ങളൊക്കെ ചേച്ചിക്ക് വരുന്നുണ്ട്. നമ്മളും കാണാറുള്ളത്. അതായത് കമന്റ് ബോക്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല പച്ചത്തറി തന്നെ വരുന്നുണ്ട്. കയ്യിലിരിപ്പിൻ്റെയാണ് ഒന്നാമത്തെ കാര്യം. ഇതൊന്നും ഇതേപോലുള്ള സ്റ്റേറ്റ്മെന്റ്സ് സംഭവങ്ങൾ പറയാതെ ചേച്ചി കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടാൽ ഇത്രയും വിവാദം ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. പക്ഷേ ഇത്രയും ഡയലോഗ് വന്ന് ഇപ്പുറത്തെ ഒരു സൈഡിൽ അടിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് പാത്തിരിക്കുന്ന ആ ഒരു പരിപാടി നമുക്ക് ആർക്കും പിടിക്കത്തില്ല. അതേകൂടി തന്നെ ചേച്ചി പറയുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, യൂട്യൂബിലും അതേകൂട്ടുള്ള ഇൻസ്റ്റഗ്രാമിലും റീൽസ് ആയാലും ഞാൻ എന്നെ കുറ്റം പറയുന്ന വീഡിയോസ് ഒന്നും കാണാറേ ഇല്ല, തമ്പനയില് പോലും നോക്കാറില്ല, വീഡിയോസ് ഒന്നും ഞാൻ അടുത്തോട്ട് പോലും പോകാറില്ല, ആ ഭാഗത്തോട്ടേ പോകാറില്ല എന്ന് പറയുന്ന രേഷ്മ ചേച്ചി തന്നെയാണ്. ആരെങ്കിലും ഒരാൾ, അതായത് ഏതെങ്കിലും ഇതേപോലുള്ള റിയാക്ഷൻ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആരെങ്കിലും വന്ന് രേഷ്മ ചേച്ചിയെ റിയാക്ട് ചെയ്ത് അവർക്ക് കുറേ വ്യൂ അങ്ങ് കയറി പോയി കഴിഞ്ഞാൽ രേഷ്മ ചേച്ചി ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് പറയും, നാണമുണ്ടോടോ നിനക്ക്, നാണമുണ്ടോ? ഈ ഒരു ഡയലോഗ് അങ്ങ് പഠിച്ചു വെച്ചേക്കും ഇതിനകത്തടുത്ത് വെച്ച് പ്രയോഗിക്കാൻ വേണ്ടി. ഇതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇന്നലത്തെ ഒരു വീഡിയോ കൂടെ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഒരു പുള്ളിക്കാരാണെങ്കിൽ ട്രോള്, അത് നമ്മളിങ്ങനെ സൗണ്ട് വഴി ശബ്ദം വഴി ഇങ്ങനെ ട്രോൾ ചെയ്യുകയാണെങ്കിൽ ഇവരാണെങ്കിൽ ഡ്രോയിങ് വഴി പടം വരച്ചാണ് ട്രോളുന്നത്. അങ്ങനെ സംഭവം ചേച്ചി അതെങ്കിൽ ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലെ റീൽസ് ആണ്. അത് റിയാക്ട് ചെയ്ത് തന്നപ്പോഴും നമ്മൾ ചോദിച്ച ഒരേ ഒരു കാര്യമാണ്, ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണാനേ പോകാറില്ലെന്ന് പറയുന്ന രേഷ്മ ചേച്ചി ഈ റീൽസ് എന്തിനെഴുതി വെച്ച് പ്രതികരിക്കുന്നു? സത്യം പറഞ്ഞാൽ മനസ്സിലാവത്തോട് ചോദിക്കുക കേട്ടോ. ഇന്നലെ ഒരു പടമാണെങ്കിൽ ചേച്ചിക്കെതിരെയായിട്ട് വരച്ചിട്ടുണ്ട്, എഗെയിൻസ്റ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. അത് ചേച്ചി അങ്ങ് ബോഡി ഷേമിങ് സംഭവങ്ങളൊന്നും ചെയ്യാൻ വേണ്ടി വരച്ചിട്ടുള്ള അല്ലായിരിക്കും. പക്ഷേ അതിനകത്തെങ്കിലും ചേച്ചി ചെറുതായിട്ട് കളിയാക്കുന്ന രീതിയിൽ അച്ചിരി കൂടിപ്പോയെന്നേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അതായത് രേഷ്മ ചേച്ചി നമ്മളും കുറ്റം പറയാറുണ്ട്. അതായത് രേഷ്മ ചേച്ചി എന്തെങ്കിലുമൊക്കെ വിമർശനത്തിന് വേണ്ടി ഇട്ടിരുന്ന സംഭവങ്ങളാണ് നമ്മൾ വിമർശിക്കാറുള്ളത്. അല്ലാതെ ഇങ്ങനെ നമ്മൾ ചുമ്മാ അങ്ങനെ ഒരാൾ ബോഡി ഷേമിങ് സംഭവങ്ങളും ചെയ്തൊന്നും നമ്മൾ ഇതുവരെ സംസാരിച്ചിട്ടില്ല. എങ്കിൽ പോലും അതിനെതിരായിട്ട് നമുക്ക് ചെയ്യുന്ന ശബ്ദം ഉയർത്തണം എന്ന് തോന്നിയോണ്ടാണ് ഈ ഒരു വീഡിയോ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടേക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് രേഷ്മ ചേച്ചിയുടെ കുറച്ച് എക്സ്പ്ലനേഷൻ കേൾക്കാം, നോക്കിക്കോ. രേണുസുതിയാണ്. ഞാൻ അങ്ങനെ ഒരു വീഡിയോസ് കണ്ടാലും അധികം പ്രതികരിക്കാത്തതാണ്. ഇന്ന് വേറൊരു വീഡിയോ ഞാനിന്ന് കാണിച്ചു. അങ്ങനെ പറയില്ല, ഇതാണ് എനിക്ക് പിടിക്കാത്തത്. അതായത് ഒരു സാധനം വന്ന് ഒരു സൈഡിൽ പറഞ്ഞതിന് ശേഷം ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്ന് പറയുന്ന രേഷ്മ ചേച്ചിയുടെ ഡബിൾ സ്റ്റാൻഡ് എനിക്ക് ഇതുവരെ പിടിച്ചിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേഷ്മ ചേച്ചി ഏതെങ്കിലും ഒരു സ്റ്റാൻഡ് ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കാണും. ഇല്ലെങ്കിൽ ഇതേോട്ട് തന്നെ സപ്പോർട്ട് ചെയ്തവരെല്ലാം തിരിഞ്ഞു കൊത്തുന്ന ഒരു രീതിയായിരിക്കും രേഷ്മ ചേച്ചി കാണാൻ പോകുന്നത്. ഒരു കാര്യം പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കണം, അല്ലാതെ അപ്പുറത്തും ചാടി ഇപ്പുറത്തും ചാടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മോശം കേട്ടോ. ഒരാളുടെ കാണാൻ പോകാറില്ലെന്ന് പറഞ്ഞിട്ട് ഇതാണ് വന്നിരുന്ന അടുത്തൊരു റിയാക്ട് ചെയ്യാൻ വന്നേക്കുന്നത്. ഞാൻ ആരെ കാണാൻ പോകാറില്ല, ആരെ റിയാക്ട് ചെയ്യാൻ പോകാറില്ല, പക്ഷേ ഇത് കണ്ടപ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യണമെന്ന് തോന്നി. ഇങ്ങനെ തന്നെ എല്ലാവരെയും വന്ന് ഇടത് റിയാക്ട് ചെയ്യുന്നത്. എന്തായാലും പറ. ആരാടാ ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചേക്കുന്നത്? സത്യം പറഞ്ഞാൽ അത് ഭീകരമായിപ്പോയി എന്തായാലും കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രോയിങ്ങിനെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നല്ല ഡ്രോയിങ്ങിനെ അല്ല, ഇതേവിട്ടുള്ള ബോഡി ഷേമിങ് സംഭവങ്ങൾ. ഇതിനകത്ത് ബോഡി ഷേമിംഗ് ഒന്നും ഉദ്ദേശിച്ചല്ലായിരിക്കും പുള്ളിക്കാരൻ വരച്ചിട്ടുള്ളത്. എങ്കിൽ പോലും അത് വരച്ചു വന്നത് കുറച്ച് മോശമായി പോയി എന്നേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞിട്ട് കമന്റ് ബോക്സിലോ മറ്റ് ക്യാപ്ഷനിലോ ഒന്നും പുള്ളിക്കാരൻ, അതായത് ഈ പുള്ളിക്കാരൻ ഡ്രോ ചെയ്തിട്ടുള്ള സംഭവത്തിലൊന്നും ക്യാപ്ഷനിലൊന്നും രേണുസുതി കൊടുത്തിട്ടില്ല. ആരൊക്കെ മെൻഷൻ ചെയ്താണ് ചേച്ചിയിലെ ഈ ഒരു പടം എത്തിയിട്ടുള്ളത്
പറയുന്നത് എന്നാണ് തോന്നുന്നത്. എന്തായാലും പ്രതികരിച്ച് ചേച്ചി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതൊന്നും കാണാൻ പോകാറില്ലെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് പ്രതികരിക്കുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇത് വരച്ചിട്ടുള്ള ആരാണെങ്കിലും വളരെ മോശമായിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ സാധാരണ രേഷ്മ ചേച്ചി എപ്പോഴും കുറ്റം പറഞ്ഞാൽ വരാറുള്ളെങ്കിലും ചേച്ചി ഇപ്പോൾ പറഞ്ഞത് കുറച്ച് ന്യായവും കാരണങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമുക്കും തോന്നി തുടങ്ങി. എന്നും പറഞ്ഞ് രേഷ്മ ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കല്ലേ. എല്ലാ സംഭവങ്ങളും നമ്മൾ വിമർശിക്കും, കാരണം വിമർശിക്കാൻ തക്ക കാര്യങ്ങൾ മാത്രമേ രേഷ്മ ചേച്ചി നമ്മുടെ മുമ്പിലോട്ട് വെച്ച് തരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് സംസാരിക്കാതിരിക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. എന്തായാലും രേഷ്മ ചേച്ചി എക്സ്പ്ലനേഷനിലോട്ട് വരക്കാമാണ്. അതുപോലെ അതിൻ്റെ ഇടയിൽ വന്ന കമൻറ്റ് അവൾക്ക് അങ്ങനെ വേണം, അവൾ അങ്ങനെയാണ്. നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ്, എന്നെപ്പറ്റി എന്തറിഞ്ഞിട്ടാണ്? ഈ നെഗറ്റീവ് പറയുന്ന ആർക്കും എന്നെ അറിയില്ല. ഞാൻ എന്ത് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്, ഞാനിപ്പോൾ ഏത് അവസ്ഥയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ എന്താണെന്നൊന്നും അറിയില്ല. വെറുതെ കളിയാക്കാൻ എല്ലാവർക്കും ഭയങ്കര മിടുക്കാണ്. എന്നെ നേരിട്ട് കണ്ട ആരും എന്തായാലും ഞാൻ എലിയാണെന്നോ പല്ലിയാണെന്നോ ഒന്നും പറയാറില്ല. അതിൻ്റെ വെച്ചാൽ അങ്ങനെ ഒരു ടോക്ക്, എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നെ ആരും എലിയെന്നൊന്നും വിളിക്കത്തില്ലെന്ന്. അതായത് ഇവിടെ ആരെങ്കിലും എലിയെന്നൊക്കെ വിളിച്ചോ? അല്ല, ഞാൻ കേട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഇതേപോലുള്ള സെലിബ്രിറ്റികളെയൊക്കെ ട്രോളുന്നത് നമ്മൾ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇതേവിടെ ഡ്രോയിങ്ങിൽ കൂടെ തന്നെ ട്രോളുന്നത്. അത് ഈ വലിയ വിവാദമൊന്നും സൃഷ്ടിക്കേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എങ്കിൽ പോലും ചേച്ചിയുടെ ഒരു മാനസികാവസ്ഥ ചേച്ചി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ചേച്ചി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചി ഇത്രയും കുറ്റവും വിഷമവും സംഭവങ്ങളും എല്ലാം പറഞ്ഞിട്ട് വീഡിയോയുടെ കമൻറ്റ് ബോക്സ് ഓഫാക്കി വെച്ചിരിക്കുകയാണ്. മോശമായി പോയി ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വിവാദങ്ങൾ കേൾക്കാൻ ചേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ സത്യം പറഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഒന്ന് ഓണാക്കി വെക്കണമായിരുന്നു. പിന്നെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യമാണ് ചേച്ചിയുടെ അവസ്ഥ. ചേച്ചിയുടെ അവസ്ഥയും സംഭവങ്ങളും ഒക്കെ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ തുടക്ക സമയത്ത് ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ആൾക്കാർ ക്യൂ നിൽക്കുകയായിരുന്നു. എങ്കിൽ പോലും അങ്ങനെ സഹായിച്ചവരെ വരെ തിരിഞ്ഞു കുത്തിയ രേഷ്മ ചേച്ചി ഇപ്പോൾ വന്ന് കിടന്ന് ഇതേവിട്ട് സംസാരിക്കുന്നത് ആർക്കും പിടിക്കത്തില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് എൻ്റെ എന്ത് അവസ്ഥ അറിയാമെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഇപ്പോൾ നിൽക്കുന്ന ഒരു അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വരുമാനം ചേച്ചി കൊണ്ട് പ്രൊമോഷൻ ആയാലും ഇനാഗ്രേഷൻ ആയാലും ആൽബം ആയാലും ഇങ്ങനെയുള്ള ഷോർട്ട് ഫിലിം ആയാലും എല്ലാത്തിനും നല്ല വരുമാനമുണ്ട്. പിന്നെ സബ്സ്ക്രിപ്ഷനും കൂടെ തുടങ്ങി ഇത്രയും വിവാദം സൃഷ്ടിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവാത്ത. എൻ്റെ പൊന്നെ, 6 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷനിൽ കൂടെ മാത്രം ചേച്ചി മാസം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയൊക്കെ വിവാദം സൃഷ്ടിച്ചിട്ട് ചേച്ചി എന്ന് പറയുകയാണ് ഞാൻ നിങ്ങൾക്ക് എന്ത് കുറ്റം ചെയ്തു, എന്ത് ദ്രോഹം ചെയ്തു എന്ന്. ഇതിനോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡ്രോയിങ്ങിൻ്റെ കാര്യമാണ് രേഷ്മ ചേച്ചി ഇപ്പോൾ പറയുന്നത്. ബാക്കിയും കൂടെ പറ. ഇത് ശംഖു ശ്രീജിത്ത് എന്ന് പറയുന്നൊരു പെയ്ഡ് ആർട്ടിസ്റ്റാണ്. ഇതാണ് അയാളുടെ പ്രൊഫൈല്. കലയെന്ന് പറയുന്നത് മറ്റുള്ളവരെ കുത്തി നോവിക്കാനുള്ളതല്ല. എനിവേ, നിങ്ങളൊരു നല്ല കലാകാരനാണെങ്കിൽ ഇങ്ങനെയല്ല, മനുഷ്യരെ കുത്തി നോവിച്ചുകൊണ്ടല്ല കല ചെയ്യേണ്ടത് എന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മളൊക്കെ പല കലാകാരന്മാരെ കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് ബാഡ്, ഇത് ഭയങ്കര ബാഡായിപ്പോയി. സോ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പം റിയാക്ട് ചെയ്ത നമ്മളാരായി? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന പറഞ്ഞാൽ രേഷ്മ ചേച്ചി വീഡിയോ എൻഡ് ചെയ്ത്. എന്തായാലും കൊള്ളാം കേട്ടോ, ഞങ്ങളൊക്കെ ഹാപ്പിയാണ്. രേഷ്മ ചേച്ചി ഹാപ്പി ആയിട്ടിരിക്കും. എന്തായാലും ഇത്രയും വിവാദങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം രേഷ്മ ചേച്ചി ഇപ്പോൾ കാണിക്കുന്നത്, അതായത് വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു റീൽസ് രേഷ്മ ചേച്ചി ഇപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സ് ഓഫാണ്. അപ്പോൾ ചിലവർക്ക് തട്ടുന്ന ഒരു സംശയമായിരിക്കും രേഷ്മ ചേച്ചിയുടെ കൈ അങ്ങനെ തട്ടി ഓഫായി പോകുന്നതായിരിക്കുന്നു. പക്ഷേ റിതപ്പൻ്റെയും മറ്റ് റീൽസ് ഇടുമ്പോൾ രേഷ്മ ചേച്ചി കമൻറ്റ് ബോക്സ് ഓണാക്കിയാണ് വെച്ചിട്ടുള്ളത്. അത് നിങ്ങളും ശ്രദ്ധിച്ചോണം. പക്ഷേ അക്ഷരത്തെറ്റാട്ടോ മൊത്തം. ഋതപ്പൻ ഇതപ്പൻ അടിച്ചിട്ടേക്കുന്നത് എന്തൊക്കെയാണോ എന്തോ. എന്തായാലും ഋതപ്പനെ വെച്ച് റീച്ച് ഉണ്ടാക്കാൻ രേഷ്മ ചേച്ചി നോക്കിയാൽ ഋതപ്പനെ വെച്ച് റീൽസ് സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സ് ഓണാണ്. ആ കാരണം ചേച്ചിക്കാരെയാണ് കൊച്ചിനെ ആരും ചീത്ത വിളിക്കത്തില്ല. പക്ഷേ രേഷ്മ ചേച്ചിയുടെ റീൽസ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ രേഷ്മ ചേച്ചി കമൻറ്റ് ബോക്സ് ഓഫാക്കി മാത്രമേ എടുത്തുള്ളൂ. അപ്പം ചേച്ചിക്കറിയാം അവിടെ ചേച്ചിക്ക് തെറിവിളി കിട്ടി ഋതപ്പനിലോട്ട് പോയി കഴിഞ്ഞാൽ തെറിവിളി കിട്ടത്തില്ലെന്ന്. ഇനി രേഷ്മ ചേച്ചിയുടെ കുറച്ച് ഫിൽറ്റർ ഓണാക്കിയ റീൽസും കൂടെ നമുക്കൊന്ന് കാണാൻ നോക്കിക്കോ. എന്തായാലും കൊള്ളാം കേട്ടോ. ഫിൽറ്റർ വിട്ടൊരു കളിയില്ലേ. ഫിൽറ്ററിന്റെ പീക്ക് ലെവലിൽ എങ്ങനെ ആക്കിയിടാമോ അത്രയും ഫിൽറ്റർ ഓൺ ആക്കിയിട്ടതിന് ശേഷം മാത്രമേ രേഷ്മ ചേച്ചി ഇതോട്ടുള്ള റീൽസ് സംഭവങ്ങളൊക്കെ ഇടത്തുള്ളൂ. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർ കമന്റ് ഇടുന്നത് ഫിൽറ്റർ ഇല്ലാതെ രേഷ്മ ചേച്ചി ഒരു റീൽ ഇടാൻ. അത് അവരുടെ ആഗ്രഹം കാരണം 24 മണിക്കൂർ ഇതോട്ട് ഫിൽറ്റർ ഓൺ ആക്കി റീൽസ് ഇടുന്ന രേഷ്മ ചേച്ചിയുടെ യഥാർത്ഥ മുഖം ഒന്ന് കാണാൻ വേണ്ടിയുള്ള കൊതി കൊണ്ടാണ് ഫിൽറ്റർ ഇടാതെ ഒരു റീൽസ് ഇടാൻ പറ്റുമോ എന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അങ്ങനെ ഒരെണ്ണം ചോദിച്ചപ്പോഴാണ് രേണു ചേച്ചി പിന്നെ രംഗത്ത് വന്നിട്ട് പച്ചത്തെറിയായിട്ട് വന്നിട്ടുള്ളത്. സ്വന്തയ്ക്ക് വരെ വിളിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണെന്ന് നിങ്ങൾ നോക്കിക്കോണേ. ഇനി നിങ്ങൾക്ക് വേറൊരു പോസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതായത് ഈ പുള്ളി
പുള്ളിക്കാരൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണിത്. ആ പുള്ളിക്കാരൻ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള എഴുത്ത് ഇങ്ങനെയാണ്, നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. നെഗറ്റീവ് ഇല്ലാത്ത ഒരേ ഒരു ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരേ ഒരു ആക്ട്രസ്. ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നെഗറ്റീവ് കമൻസ് ഇല്ലാത്ത. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങളെ ഏറെയാവുന്ന ഒരേ ഒരാൾ രേഷ്മ ചേച്ചി. രണ്ടാമത്തെ കാര്യം ക്രിയേറ്റർ, ആക്ട്രസ്. ഇതിന് രണ്ടും വേറെ അർത്ഥം വല്ലതും ഉണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാകത്തോണ്ട് ചോദിക്കുക. രേഷ്മ ചേച്ചി ക്രിയേറ്റർ എന്നും ആക്ട്രസ് എന്നും ആരെ വിളിക്കുന്നേ? ഇവനേതാണ്? ഇവനെ ആദ്യമായിട്ട് കാണുമല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പുള്ളിക്കാരനാണെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്നൊരു കമന്റും കൂടി ഇട്ടിട്ടുണ്ട്, എന്നെ ഒന്ന് ഫോളോ ആക്കിക്കണേന്ന്. ഫോളോവേഴ്സ് കിട്ടാനാണെങ്കിൽ ഇയാളും കൂടെ രേഷ്മ ചേച്ചിയുടെ കൂട്ട് കുറേ നെഗറ്റീവ് വാരി വിതറാൻ നോക്ക്. അല്ലാതെ ഇപ്പോൾ നമ്മളെന്തോ പറയാൻ, രേഷ്മ ചേച്ചിയെ വെച്ചിട്ട് ഇതേപോലുള്ള നെഗറ്റീവ്, അതായത് നെഗറ്റീവ് ഒന്നുമില്ലാത്ത ആക്ട്രസ് എന്ന് പറയുമ്പോൾ അതിൽ കൂടെ കുറേ വിവാദം സൃഷ്ടിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കിയോണ്ട് മാത്രമാണ് പുള്ളിക്കാരൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തേക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ. ആക്ട്രസ്, ക്രിയേറ്റർ വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും മനസ്സിലാക്കി തന്നെ ക്യാപ്ഷനും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തോ? ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സ് ഒന്ന് കമന്റ് ചെയ്തേക്കണം. രേഷ്മ ചേച്ചി ഇഷ്ടമില്ലാത്തൊരു ദയവ് ചെയ്ത് താഴത്തെ ലൈക്ക് ബട്ടണിലും കൂടെ നോക്കിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വലിയ എവിടെ വെച്ചാൽ ഇതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി. കുറച്ച് ആൾക്കാരും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ ഒന്ന് പ്രതികരിക്കണമെന്ന്. അതുകൊണ്ട് മാത്രം പ്രതികരിച്ചിരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ വലിയ എവിടെ വെച്ചൊക്കെ വീഡിയോ ഹൈപ്പിൻ ചെയ്തൊക്കെ അപ്പോൾ കുറച്ച് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ. ഞാൻ സ്ട്രേറ്റ് പോകാൻ പറ്റുന്നത് നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. നേരെ എല്ലാവർക്കും ബൈ.